സ്വാമിയെ ശരണയ്യപ്പ. ശബരിമലയിലെ ഈ സീസണിലെ ആദ്യ 15 ദിവസത്തെ വരുമാനം കേട്ട് കൈയിട്ട് വരാൻ തയ്യാറായി നിൽക്കുന്നവരാരും അടുത്തേക്ക് വന്നേക്കരുത്. അയ്യപ്പൻ്റെ ₹1 നാണയം പോലും ഇനി അടിച്ചുകൊണ്ടുപോകാൻ ഭക്തർ അനുവദിക്കില്ല. ഇതൊന്നും കണ്ടും കേട്ടും കോൺഗ്രസ്സുകാരും CPM-കാരും ഇത്തവണ ഞെട്ടരുത്, ദേവസ്വം ബോർഡും ഞെട്ടരുത്. ഇനി ഭക്തരുടെ അറിവിലേക്കായി വരുമാന കണക്ക് പറയാം. ഈ ആദ്യ ദിവസത്തെ സീസണിലെ വരുമാനം നവംബർ 30 വരെ 92 കോടി രൂപയാണ് മൊത്തത്തിൽ. കഴിഞ്ഞ സീസണേക്കാൾ 33.33% ഇത്തവണത്തെ വർധനവ്. വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ്. അരവണ വരുമാനം 47 കോടി രൂപയായി ഇത്തവണ. കഴിഞ്ഞ വർഷം ആദ്യത്തെ 15 ദിവസം ഇത് 32 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ ഈ 15 ദിനം കൊണ്ട് അതിൻ്റെ വർധനവ് 46.86%. നവംബർ 30 വരെയുള്ള കണക്കാണിത്. കാണിക്കയിൽ നിന്നുള്ള വരുമാനം 2024 ഇതേ സമയം 22 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ സീസണിലേത് 26 കോടിയായി. 4 കോടി രൂപയുടെ വർധനവ്, 18.18% വർധനവ്. അപ്പം വിൽപ്പനയിൽ നിന്നും ഇതുവരെ ലഭിച്ചത് 3.5 കോടി രൂപ. കഴിഞ്ഞ വർഷവും ഏതാണ്ടൊക്കെ ഇതേ തുക തന്നെയായിരുന്നു അപ്പം വിൽപ്പനയിൽ നിന്നും ലഭിച്ചത്. ഈ സീസണിലാകട്ടെ 13 ലക്ഷത്തോളം തീർത്ഥാടകരാണ് നവംബർ 30 വരെയുള്ള 15 ദിവസം ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങിയത്. കൃത്യമായി പറഞ്ഞാൽ 24,7,954 തീർത്ഥാടകരാണ് നവംബർ 16 മുതൽ നവംബർ 30 വരെയുള്ള വൈകിട്ട് 7 മണി വരെ ദർശനം നടത്തിയത്. തിരക്ക് കുറവായതിനാൽ സുഖദർശനം ലഭിച്ചതിൻ്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ സന്നിധാനം വിട്ടിറങ്ങുന്നത്. ഇത്തവണ ഭക്തർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തുടക്കത്തിലെ പോലീസ് നിയന്ത്രണങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ പാളിയെങ്കിലും വെർച്വൽ ക്യൂവും സ്പോട്ട് എൻട്രിയുമൊക്കെ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് നിയന്ത്രിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണത്തിൽ ഇത്തവണ ആദ്യത്തെ 15 ദിവസം വലിയ കുറവുണ്ടാകും എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഭക്തരുടെ എണ്ണം നിയന്ത്രിതമായ രീതിയിൽ ശബരിമല സന്നിധാനത്ത് എത്തി ദർശനം നടത്തി പോയെങ്കിലും വരുമാനത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ ഗണ്യമായ വർധനവ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ 15 ദിവസത്തെ വരുമാനം 92 കോടി രൂപയാണ്. അരവണ വരുമാനം 47 കോടി രൂപയും കാണിക്കയിൽ നിന്നുള്ള വരുമാനം 26 കോടി രൂപയുമാണ്. ഇനി അങ്ങോട്ടുള്ള സീസണിലെ ബാക്കി ദിനങ്ങളിൽ ശബരിമലയിലെത്തുന്ന അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡിന് വിവിധ ഇനങ്ങളിൽ ലഭിക്കുന്ന വരുമാനവും കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.